സംസ്ഥാനത്തെ സ്കൂളുകളിലെ സമയമാറ്റത്തിൽ സർക്കാരിനെതിരെ സമരം പ്രഖ്യാപിച്ച് സമസ്ത. തീരുമാനം പുനഃപരിശോധിച്ചില്ലെങ്കിൽ കളക്ടറേറ്റ് മുതൽ സെക്രട്ടേറിയറ്റ് വരെ പ്രക്ഷോഭം വ്യാപിപ്പിക്കുമെന്ന് സമസ്ത മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ വ്യക്തമാക്കി. വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് ദിസ്ന സുരേഷ് ചേരുന്നു. ദിസ്ന, എന്തായാലും സമസ്ത ഒരുമ്പെട്ട് ഇറങ്ങിയിരിക്കുകയാണ്. സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി കാര്യങ്ങൾ കരഗതമാക്കാൻ തന്നെയല്ലേ നീക്കം? തീർച്ചയായും അനിൽ നമ്പ്യാർ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയേണ്ടത് സമസ്ത ഒരു പ്രത്യക്ഷ സമരത്തിന് ഇറങ്ങുകയാണ്, അതും സർക്കാരിനെതിരെ. നമുക്കറിയാം, എല്ലാ നിലപാടുകളിലും സമസ്തയ്ക്കൊപ്പം നിൽക്കുന്ന സർക്കാർ ഈ സംഭവത്തിൽ മാത്രം നിന്നിട്ടില്ല. പക്ഷേ ചില കോണുകളിൽ നിന്ന് ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഭിന്നാഭിപ്രായം ഉയർന്നു വന്നിട്ടുണ്ട്. എന്തായാലും അടുത്ത മാസം 5-ാം തീയതി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ധർണയിരിക്കുമെന്നൊരു പ്രഖ്യാപനമാണ് സമസ്ത നടത്തിയിരിക്കുന്നത്. ഈ മദ്രസ മതപഠനവുമായി ബന്ധപ്പെട്ട് നിരവധി തവണ മന്ത്രിമാർക്കടക്കം മുഖ്യമന്ത്രിക്കടക്കം സമസ്ത അധ്യക്ഷൻ ഇതുമായി ബന്ധപ്പെട്ട നിവേദനം നൽകിയിട്ടും യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല എന്നത് തന്നെയാണ് സമസ്ത നേതാക്കൾ മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യം. എന്തായാലും എല്ലാ ജില്ലകളിലും ഈ സമരം വ്യാപിപ്പിക്കുക എന്നൊരു ലക്ഷ്യം തന്നെയാണുള്ളത്. പക്ഷേ ഈ സമസ്തയിൽ തന്നെയുള്ള ഈ മുസ്ലിം ലീഗിലുള്ള ലീഗ് വിരുദ്ധർ പറയുന്നത് ഇത് മുസ്ലിം ലീഗ് സ്പോൺസേഡ് സമരമാണ് എന്നൊരു കാര്യമാണ് പറയുന്നത്. ഈ മുസ്ലിം ലീഗ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലും പ്രത്യക്ഷത്തിൽ പോലും നിലപാട് എടുക്കാത്തൊരു കാര്യവുമുണ്ട്. അതിനെതിരെയൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള വിമർശനവും രൂക്ഷമാകുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സൂംബ ഡാൻസിലൊക്കെ തന്നെയും സർക്കാരിന്റെ നിലപാട് നമ്മൾ കണ്ടതാണ്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനി ചിലപ്പോൾ ഒരു നിലപാട് മാറ്റം ഉണ്ടാവുമോ എന്നതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടതുണ്ട്. അനിൽ നമ്പ്യാർ, സംസ്ഥാനത്തെ സ്കൂളുകളിലെ സമയമാറ്റത്തിൽ സർക്കാരിനെതിരെ സമരം പ്രഖ്യാപിച്ച് സമസ്ത. തീരുമാനം പുനഃപരിശോധിച്ചില്ലെങ്കിൽ കളക്ടറേറ്റ് മുതൽ സെക്രട്ടേറിയറ്റ് വരെ പ്രക്ഷോഭം വ്യാപിപ്പിക്കുമെന്ന് സമസ്ത മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ വ്യക്തമാക്കി. കോഴിക്കോട് നിന്ന് ദിസ്നയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.